അമ്മമാർക്ക് പെൺകുട്ടികൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ ഒട്ടും ഇഷ്ടാവില്ല. അതെന്തൊക്കെയാന്ന് പറയട്ടെ. നമ്പർ 1, അമ്മേ പുറത്തൊന്ന് പോയിക്കോട്ടെ കൂട്ടുകാരുടെ കൂടെ. അമ്മ എങ്ങോട്ട് പോവാൻ? ആരുടെ കൂടെ? ആരൊക്കെ ഉണ്ട്? അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണ്ടോ? ഇനിയിപ്പോൾ എങ്ങനെയാണ് പോണത്? ഇപ്പം സമയം 2 മണി, 4 മണിക്കുള്ളിൽ വീട്ടിലോട്ട് തിരിച്ചെത്താമെങ്കിൽ മാത്രം നീ ഇപ്പോൾ പോയാൽ മതി. ഒരു ദിവസം അവധി കിട്ടുമ്പോഴത്തേനും നിനക്ക് കൂട്ടുകാരോട് കറങ്ങാൻ പോകണമല്ലോ. ഒന്ന് അമ്മേൻ്റെ ഇച്ചിരി നേരം സഹായിച്ച് വീട്ടിലിരുന്ന് അമ്മേനോട് കൊച്ചു വർത്താനം പറയാമെന്ന് നിനക്ക് തോന്നിയിട്ടില്ലല്ലോ. അങ്ങനെ 4 മണിക്ക് ഉള്ളിൽ വരാമെങ്കിൽ മാത്രം ഇപ്പം നീ കൂട്ടുകാരോട് പോയാൽ മതി. അല്ല പിന്നെ ഇനിയിപ്പം നമ്പർ 2, എവിടെയും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന അമ്മ. ഓ എൻ്റെ മോളെ, എന്തോരം ദിവസമായി നീ വീടിൻ്റെ ഉള്ളിൽ കയറി വെറുതെ ഇരിക്കണു. നിന്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കുക, മിന്നൂനും ചിന്നൂനൊക്കെ ഒന്ന് വിളിക്കുക, അവരൊന്ന് പുറത്തു പോയിട്ട് വായോ എല്ലാവരും കൂടി. വീട്ടിൽ നിനക്ക് പ്രാന്ത് പിടിക്കണം. എന്തോരം നേരം നോക്കി ടിവിയുടെ മുന്നിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. കുറച്ചേരം പുറത്തൊക്കെ പോയിട്ട് വന്നേ. പെൺപിള്ളേരൊന്നും പറഞ്ഞോട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനാണോ? പോയിട്ട് വാ, ചെല്ല്. ചുമ്മാ 24 മണിക്കൂർ ടിവിയും കണ്ട് വീടിൻ്റെ ഉള്ളിൽ. ഓഹ് എൻ്റെ ദൈവമേ. പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഫോണിൽ നോക്കാമെന്ന് വിചാരിച്ചാലാ അമ്മ. ഡേ എന്നിട്ട് ഫോണിൽ നോക്കിയിട്ട് കുറെ നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണു. കുറച്ചേരം പോയിട്ട് പഠിക്കാൻ പാടില്ലേ? എപ്പോൾ നോക്കിയാലും ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു കേട്ടാ. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ മുട്ട വാങ്ങിക്കൊണ്ട് വരാം കൊട്ടയിൽ. എന്തോരം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പറഞ്ഞാൽ കേൾക്കൂലാത്ത സാധനങ്ങൾ. ഒരു ഫോൺ മേടിച്ചു കൊടുത്ത് ഇതിപ്പോൾ അബദ്ധമായി പോയി എന്ന് പറയാലോ. 24 മണിക്കൂർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണം. ആ ഫോൺ അങ്ങ് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും പോയിരുന്നു പഠിച്ചേ. ഇനിയിപ്പോൾ ഫോണിൽ നോക്കണ്ടെന്ന് വിചാരിച്ച് ബുക്കിൽ നോക്കിയിരുന്നാലോ അമ്മ. ഓ എൻ്റെ മോളെ, എന്തോരം നേരമായി നീ പഠിത്തം തുടങ്ങിയിട്ട്. കുറേ നേരമായില്ല. തലവേദന എടുക്കും നിനക്ക് ഈ മാതിരി ഒന്ന് പഠിച്ചുകൊണ്ട് പുസ്തകം ഒന്ന് മാറ്റി വെച്ച്. നേരം വെളുത്തപ്പോൾ തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി നീ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കല്ല. ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നീ ചെറിയ ക്ലാസ്സിലാണ്, അത്രയൊക്കെ പഠിച്ചാൽ മതി. തലവേദന എടുക്കും. കുറച്ചേരം ബുക്കൊക്കെ മാറ്റി വെക്കുക കേട്ടാ. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് പഠിത്തം ഈ മാതിരി ഇത്രയൊന്നും പഠിക്കണ്ട. ബുക്കും മാറ്റി വെക്കുക. ഇനി തലവേദന എന്ന് പറഞ്ഞു അതിന് നിന്നെ ബുക്ക് പിടിച്ചോണ്ട് എനിക്ക് ആശുപത്രി പോകാൻ പറ്റൂല. എടുത്തു വെക്കുക. അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ട് വെക്കേണ്ടി വരും. അതൊന്നും വേണ്ട. എടുത്തു വെക്കുക. ഇനിയിപ്പോൾ വൈകി എഴുന്നേറ്റാലാ വീണ്ടും അമ്മ. എൻ്റെ പൊന്നു മോളെ, ഇപ്പോഴാണ് എഴുന്നേറ്റ് വേണം. സമയം നോക്കിക്കേ, 10 മണിയായി. ഈ രാത്രി മൊത്തം നീ എന്നെടുക്കുമായിരുന്നു. നേരത്തെ കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേക്കാൻ പാടില്ല. പെമ്പിള്ളേര് ഈ സമയത്താണ് എണീക്കുന്നത്. എന്നെ കുറേ ദിവസമായി ഞാൻ ഇനി പറഞ്ഞു. ഇനി ഞാണ്ടല്ല ചൂടുവെള്ളം കൊണ്ടൊന്ന് മുഖത്തോട്ട് ഒഴിക്കട്ടാ, നേരത്തെ മറ്റേ എഴുന്നേറ്റില്ലെങ്കിൽ. ഇതെന്നതാ ഈ മാതിരി പെണ്ണ് രാവിലെ എണീറ്റ് പെമ്പിള്ളേരാണ്. നേരത്തെ എഴുന്നേറ്റ് അമ്മേനെ ഇച്ചിരി നേരം അടുക്കളയിൽ സഹായിക്കുകയൊക്കെ ചെയ്യണം. എവിടെ ഇതൊക്കെ പറഞ്ഞാൽ കേട്ടാലല്ലേ ഉള്ളൂ. ഒന്നും പറഞ്ഞാൽ കേൾക്കരുതടി. ഇനി മേടാല് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് നേരത്തെ എഴുന്നേറ്റ് പോയാലാ അമ്മ. ഓ ഇന്നെന്താ നേരത്തെ എഴുന്നേറ്റേ? ഇടി ഉള്ള 4:30 ആയിട്ടുള്ളൂ. പോയി കിടന്ന് ഉറങ്ങ്. ഇത്ര നേരത്തെ എഴുന്നേറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നീ പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യണം. ഇപ്പോൾ വെറുതെ നേരത്തെ എണീറ്റ് കുത്തിയിരുന്ന് അടുക്കളയിൽ വന്ന് വെറുതെ ഇരിക്കാനാണെങ്കിൽ പിന്നെ എഴുന്നേക്കണേ. ഇതിനാ കിടന്ന് ഉറങ്ങാൻ പാടില്ലേ? ഒരു 7:30 8 മണിയാകുമ്പോൾ എണീറ്റാൽ മതി. പോയി കിടന്ന് ഉറങ്ങ്. ചുമ്മാ ഇവിടെ വന്നിട്ട് എൻ്റെ വായിൽ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പോയി കിടന്ന് ഉറങ്ങ്. നല്ല പിന്നെ ഇനിയിപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു കുറ്റി പുട്ടിന് മേളിലേക്ക് തിന്ന അമ്മ. എൻ്റെ മോളെ, നീ ഇപ്പോൾ ഒരു കുറ്റി പുട്ട് കഴിച്ചില്ലേ? ഇനി എന്തൊട്ടി കഴിക്കണം? അയ്യോ എടി, ഇപ്പം തന്നെ നീ പൊണ്ണത്തടിയായിട്ട് ഇരിക്കണത്. നിന്നെ കെട്ടാൻ ആരും വരൂലാട്ടാ. ഈ മാതിരി ഭക്ഷണം കഴിക്കല്ലേ മോളെ. വല്ല അസുഖം വന്നു കൂടും നിനക്ക്. ഇനി അസുഖത്തിൻ്റെ പേരിൽ പുറത്ത് ആശുപത്രി കൂടെ നടക്കാൻ പറ്റില്ലാട്ടാ അമ്മയ്ക്ക്. മതി കഴിച്ചത് മതി. അതാണ് വെച്ചേ മതി. എന്നതത് ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞത് മൊത്തം നിനക്കെടുത്ത് കഴിക്കാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? മതി അടച്ചു വെച്ചേ. എന്തോരം ഭക്ഷണം ഈ പെങ്കുച്ച് കഴിക്കണ ഒരു പെണ്ണല്ലേടി നീ. ഇത്രയൊക്കെ കഴിച്ചാൽ മതി കേട്ടാ. ഇനിയിപ്പോൾ അമ്മ സംസാരിക്കണതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അമ്മ ഡി ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കാണാൻ പാടില്ല. എൻ്റെ ഇടയിൽ കൂടെ നിനക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഒരു വാക്കും പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ തറുതലായിട്ട് നീ പറയുമെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിനക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് സമയം തരും. അപ്പം നിനക്ക് സംസാരിക്കാം കേട്ടോ. ഇനി മേലാൽ അമ്മമാർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി നീ സംസാരിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉള്ള കാര്യം അവർക്ക്. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി സംസാരിക്കും. ഇനി മേലാൽ അങ്ങനെ സംസാരിച്ചു പോരുത്. ഇനിയിപ്പോൾ അമ്മ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ ഒന്നും മിണ്ടാണ്ടിരുന്ന അമ്മ. അതെ, കുറേ നേരമായി നിന്നോട് ചോദിക്കണു എന്തേ ഒന്നും മിണ്ടാത്തത്. വായിൽ പഴം തല കയറ്റിയേക്കൊന്ന് തോന്നുന്നു. ഒരു കാര്യം ചോദിച്ചാൽ മിണ്ടരുതട്ടാ. എന്തോരം നേരമായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കണു. ഞാൻ ഒന്നല്ലേ അമ്മയല്ലേ, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ പിന്നെ നീ മിണ്ടരുത് കേട്ടാ. നീയൊക്കെ ഇങ്ങനെയൊക്കെ ആവുള്ളൂ. അപ്പനോടും അമ്മയോടും നീക്ക് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് നന്നായിട്ട് ബോധ്യമുണ്ട് എനിക്ക്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യം, എൻ്റെ വിധി. ഒന്നും മിണ്ടണ്ട, നീ മിണ്ടണ്ടായിരുന്നു. ഇനി ഇരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ റൂട്ടിൽ കൂടെ ഏതെങ്കിലും വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് കാര്യത്തിനാണ് നിങ്ങളുടെ അമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പം വീണ്ടും പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.